ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ചുരിദാർ കട്ട് നൈറ്റിയുടെ കട്ടിങ് സ്റ്റിച്ചിങ് ആണ്. ഒരു വി കോളർ നൈറ്റിയാണ് കേട്ടോ. വി കോളർ വെച്ചിട്ട് നമ്മൾ ചുരിദാറും ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ചാനലിലുണ്ട്, താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കണേ. കൂടാതെ തന്നെ നമ്മൾ പോക്കറ്റും കൊടുക്കുന്നുണ്ട്. അജ്രക്കിൻ്റെ 3/20 നൈറ്റ് ബിറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നൈറ്റിക്ക് നല്ല ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ 3/20 ബിറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. തുണി ഞാനിവിടെ വീതിക്ക് 2ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. 34 ഇഞ്ചാണ് ടോട്ടൽ വീതി വരുന്നത്. ഞാനതിനെ 17 ഇഞ്ചാക്കി മടക്കിയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നീളത്തിൽ മടക്കാം, അതായത് നേർപകുതിയാക്കി മടക്കിയിടാം. ഇപ്പോൾ ഇത് 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. മടക്ക് വശം വരുന്നത് നമ്മൾ നിൽക്കുന്ന ഭാഗത്തും അതുപോലെ തന്നെ മേൽഭാഗത്തും മടക്ക് വശമാണ്. ഓപ്പോസിറ്റ് സൈഡിലാണ് ഓപ്പൺ സൈഡ് വരുന്നത്. ആദ്യം തന്നെ നമുക്ക് ലെങ്ത്ത് നോക്കാം. എനിക്കിവിടെ വേണ്ടത് 56 ഇഞ്ച് ലെങ്ത്താണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് എടുക്കേണ്ടത്. അപ്പോൾ 57.5, ഞാൻ 58 എടുക്കുന്നുണ്ട്. ഇനി 58 ഇഞ്ചിൽ നമുക്ക് ഇതുപോലൊരു ലൈൻ വരച്ചിട്ട് ആ സൈഡിൽ ഒരു 2 ഇഞ്ച് മേലേക്ക് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കാം. സൈഡ് തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി മേൽഭാഗത്ത് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡറിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി അവിടെ നിന്നും താഴേക്ക് ആം ഹോള് ഞാൻ 8 കൊടുക്കുന്നുണ്ട്. നൈറ്റി ആയതുകൊണ്ടാണ് 8 ഇഞ്ച് കൊടുക്കുന്നത്. ഇനി ഈ ലൈനിൽ തന്നെയാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. ചെസ്റ്റ് സൈസ് വരുന്നത് 42 ആണ്. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം എടുക്കുമ്പോൾ 10.5. അതിൻ്റെ കൂടെ 1 ഇഞ്ച് ഞാൻ ലൂസ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പും. അപ്പോൾ ടോട്ടൽ 12.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി മേലെ നിന്ന് നമുക്ക് വേസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യാം. 14.5 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ്. അതായത് ചെസ്റ്റിന് താഴെ നമുക്ക് ഷേപ്പ് വരുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തെ ലെങ്ത്തും വിടുത്താണ് എടുക്കേണ്ടത്. അപ്പോൾ ലെങ്ത്ത് വരുന്നത് 14.5. ഇനി ആ ഭാഗത്തെ വിടുത്ത് വരുന്നത്, വണ്ണം വരുന്നത് 38 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം എടുക്കുമ്പോൾ 9.5. 1 ഇഞ്ച് ലൂസും 1 ഇഞ്ച് തയ്യൽ തുമ്പും. ഇനി മേലെ നിന്ന് 20.5 ഇഞ്ച് നമ്മൾ ഹിപ്പ് ലെങ്ത്ത് കൊടുക്കുന്നുണ്ട്. ആ ഭാഗത്തെ വണ്ണം വരുന്നത് 44 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം 11, കൂടെ 1 ഇഞ്ച് ലൂസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി ആ സൈഡിലെ പോയിന്റുകളെല്ലാം നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നെക്കിൻ്റെ അകലം 3.5 മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കോളർ നെക്ക് ആയതുകൊണ്ടാണ് 1/2 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 7 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 2 ഇഞ്ച് നമ്മൾ കൂടുതലായിട്ട് എടുക്കണം. ഇനി 9 ഇഞ്ച് എടുത്താൽ നെക്കിൻ്റെ ലെങ്ത്ത് കൂടിപ്പോകുക എന്നുള്ള പേടിയൊന്നും വേണ്ട. നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് 7 ഇഞ്ച് തന്നെ കിട്ടുകയുള്ളൂ. ഇനി 9-ൽ നിന്ന് അങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ 1/2 ഇഞ്ചിൽ നിന്ന് മേലെ 3.5ലേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം നെക്കിൽ നിന്ന് ആം ഹോളിലേക്ക്, ആ ലൈനിലേക്ക് ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് നമുക്ക് കൊടുക്കാം. ആം ഹോൾ കർവ് വരച്ചു കൊടുക്കാം. ആം ഹോളിൻ്റെ പകുതിയിൽ നിന്ന് തുടങ്ങി ചെസ്റ്റിലേക്ക് നമുക്ക് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ വരച്ചു കൊടുത്തത് ബാക്ക് ആം ഹോളാണ്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോള് വരച്ചു കൊടുക്കാം. ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഹിപ്പിൻ്റെ അവിടെ നിന്ന് ടേപ്പ് ഇതുപോലെ മാക്സിമം നമുക്ക് വിടുത്ത് കിട്ടുന്ന രീതിയിൽ ചെരിച്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മാക്സിമം നമുക്ക് ഹിപ്പിൻ്റെ ആ ഭാഗത്ത് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തില്ല, അവിടെ നിന്നായാലും ടേപ്പ് വെച്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. ശ്രദ്ധിക്കണം, നമ്മൾ ബാക്കിലെ പീസിൽ കൊള്ളാതെ വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്രണ്ട് പീസ് ഇതുപോലെ ഒന്ന് പൊക്കി പിടിച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ 1/2 ഇഞ്ചിൽ കട്ട് കൊടുക്കാം. അതിനുശേഷം മേലേക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നെക്കിൻ്റെ അവിടെ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുത്തില്ലേ, അതും കട്ട് ചെയ്തെടുക്കാം.
ശേഷം ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്തെടുക്കാം. ബാക്കി വന്ന സൈഡിലെ പീസുകളെല്ലാം നമ്മൾ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത്. മേൽഭാഗത്ത് മടക്ക് വശമാണ്, അവിടെയാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത്. കൈയുടെ വണ്ണം കൊടുക്കുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ തുണി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 10.5 നമുക്ക് കൊടുക്കാം. ഇനി 1/2 ഇഞ്ച് കുറച്ച് 10 കൊടുത്താലും കുഴപ്പമില്ല. ഇനി 10.5-ൽ നിന്ന് ആ സൈഡിലേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് സ്ലീവിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ടാണ്. ഇനി അവിടെ നിന്നും മേലേക്ക് ഒരു 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കാം. അടുത്തതായിട്ട് വരുന്നത് സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ റൗണ്ടാണ് മാർക്ക് ചെയ്യാനുള്ളത്. അത് ഞാനിപ്പോൾ കൊടുക്കുന്നില്ല, കാരണം എനിക്ക് സ്ലീവിൻ്റെ നീളം കൂട്ടിയെടുക്കാനുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ആ റൗണ്ട് കൊടുക്കുന്നുള്ളൂ. ഇനി മേൽഭാഗത്ത് നിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടുന്ന് വേണം താഴേക്ക് നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എക്സ്ട്രാ പീസ് വെച്ചിട്ട് ലെങ്ത്ത് കൂട്ടിയെടുക്കാം. ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ ജോയിനിങ് ആണ്. ബാക്ക് പീസ് ഇതുപോലെ ആദ്യം തന്നെ നിവർത്തിയിട്ട് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കാം. നല്ല ഭാഗം ചേർന്ന് വരുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. മേൽഭാഗത്ത് 1/2 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്റ്റിച്ച് വീതം കൊടുക്കാം. നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് തുടങ്ങി നെക്കിന് ചുറ്റും ഫുള്ളായിട്ട് നമുക്ക് മെഷർ ചെയ്തെടുക്കാം. നമ്മുടെ കോളറിന് വേണ്ടിയിട്ടാണ്. നമുക്ക് കിട്ടിയിട്ടുള്ളത് 28 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2-3 ഇഞ്ച് നമുക്ക് കൂടുതലെടുക്കാം. കൂടിയാലും കുഴപ്പമില്ല, നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചിങ്ങിന് ശേഷം ബാക്കി വന്നത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ഇഞ്ച് വീതിയും 32 ഇഞ്ച് നീളവുമുള്ളൊരു പീസാണ്. 3 ഇഞ്ച് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.25 ഇഞ്ചിൻ്റെ കോളറായിരിക്കും. ഇനി നമുക്ക് ക്യാൻവാസ് വെക്കണമെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാം. ഇതുപോലെ 2 മടക്കി വെച്ചിട്ട് 1/4 ഇഞ്ചിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ശേഷം ഈ 2 എഡ്ജിലും നമുക്കൊന്ന് കട്ടിട്ട് കൊടുക്കാം. നമ്മൾ കട്ടിട്ട ഭാഗമുണ്ടല്ലോ, അവിടെ നിന്നാണ് സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത്. അതുപോലെ തന്നെ അവസാനിക്കേണ്ടത് മറ്റേ സൈഡിൽ കട്ടിട്ട ഭാഗത്ത് തന്നെയാണ്. നമ്മൾ നല്ല ഭാഗത്ത് തന്നെയാണ് കോളർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 ഇഞ്ച് താഴേക്ക് നീക്കി വെക്കണം. എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ. ഞാൻ ഇതിലൊരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം. ഫ്രണ്ട് പീസ് നമുക്ക് ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ കട്ടിട്ട ഭാഗമുണ്ടല്ലോ, അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കെട്ടിട്ട് വേണം നമുക്ക് തുടങ്ങാനായിട്ട്. ഷോൾഡറിൻ്റെ ഭാഗത്തും ഒന്ന് ശ്രദ്ധിക്കണം. തയ്യൽ തുമ്പ് താഴ്ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. ഇവിടെ ഒന്ന് സൂചി കുത്തി നിർത്തിയിട്ട് നമുക്കൊന്ന് ഫൂട്ട് പൊന്തിച്ച് കൊടുക്കാം. അതിനുശേഷം തുണി ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കണം. നമുക്കിനി ബാക്ക് സൈഡാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്, അപ്പോൾ ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് ഫൂട്ട് താഴ്ത്തി മറ്റേ ഷോൾഡർ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെയും ഇതുപോലെ തന്നെ ചെയ്യാം. സൂചി താഴ്ത്തി ഫൂട്ട് പൊന്തിച്ചിട്ട് തുണി നമുക്കൊന്ന് ടേൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കറക്റ്റായിട്ട് വെച്ചിട്ട് നെക്ക് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കോളറിനെ ഉള്ളിലേക്കാക്കി വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്നിൻ്റെ മേലെ ഒന്നാക്കിയിട്ട് വേണം വെക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് സെൻറ്ററിലായിട്ട് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ പൊങ്ങി നിൽക്കുന്നുണ്ടാവും. അതിനെ നമുക്കൊന്ന് ഉള്ളിലേക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. കൂടെ തന്നെ നെക്കിന് ചുറ്റും ഒരു ടോപ്പ് സ്റ്റിച്ചും കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് കോളറിനെ ഒന്ന് ഉൾഭാഗത്ത് നിന്നൊന്ന് വലിച്ചിട്ട് ഒന്ന് ലെവലാക്കി വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് ഷോൾഡറിൻ്റെ 2 സൈഡിലും ഒന്ന് കട്ടിട്ട് കൊടുക്കണം. നമ്മുടെ സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ടിട്ട് കൊടുക്കാൻ. അടുത്തതായിട്ട് നമുക്ക് പോക്കറ്റ് വെച്ച് കൊടുക്കാം. അതിനായിട്ട് ആംപിറ്റിൻ്റെ അവിടെ നിന്ന് 9 ഇഞ്ച് താഴ്ത്തിയാണ് ഞാൻ പോക്കറ്റ് വയ്ക്കുന്നത്. അതായത് ഷോൾഡറിൽ നിന്നും 17 ഇഞ്ച് താഴ്ത്തി. ഇനി ഏത് സൈഡിൽ വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ വലതു ഭാഗത്താണ് വെച്ച് കൊടുക്കുന്നത്. ഇനി പോക്കറ്റിനുള്ള തുണി കട്ട് ചെയ്തെടുക്കാം. നമ്മളെ നൈറ്റി ബീറ്റിൽ നിന്ന് നമുക്ക് പോക്കറ്റിന് തുണി കിട്ടില്ല. നമ്മൾ എക്സ്ട്രാ തുണി വേണം എടുക്കാനായിട്ട്. അതിനായിട്ട് 13 ഇഞ്ച് നീളവും 15 ഇഞ്ച് വീതിയുള്ള തുണിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു സൈഡിലാണ് പോക്കറ്റ് വയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഒരു പോക്കറ്റാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. മേൽഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം അവിടെ നിന്ന് താഴേക്ക് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പോക്കറ്റിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഈ കോളറിൻ്റെ ഭാഗത്ത് ഉൾഭാഗത്തായിട്ട് ബാക്കി വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നല്ല ഭാഗത്ത് തന്നെയാണ് സ്ലീവ് വെച്ച് കൊടുക്കേണ്ടത്. നല്ല ഭാഗം ചേർത്ത് വെച്ച് കൊടുക്കുക. ഷോൾഡറിൽ നമ്മൾ സ്റ്റിച്ച് വന്നിട്ടുണ്ടല്ലോ, അവിടെ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം. പിന്നെ നമ്മൾ സ്ലീവിൽ ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ 2 പോയിൻറ്റും കൂടി ഒരുമിച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരു സൈഡിലേക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം സെൻറ്ററിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1/4 ഇഞ്ചിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി മറ്റേ സൈഡ് വരെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് സ്ലീവ് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. 2 സ്ലീവും ഒരുപോലെ നല്ല ഭാഗങ്ങൾ തമ്മിൽ ഒരുമിച്ച് വയ്ക്കുക. അതിനുശേഷം ഇതുപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്ലീവ് രണ്ടും നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്കിന് ചുറ്റിലും നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് എടുത്തിട്ടുണ്ട്. പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ മേൽഭാഗത്ത് നിന്നും 17 ഇഞ്ചിലാണ് മാർക്കിംഗ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ സ്ലിറ്റുള്ള ചുരിദാറൊക്കെ ആണെങ്കിൽ നമ്മൾ വേസ്റ്റിൻ്റെ ആ ഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങണം. ഇനി പോക്കറ്റ് വെച്ച് കൊടുക്കാം. നല്ല ഭാഗം ചേർത്താണ് വെക്കേണ്ടത്. നമ്മൾ കൊടുത്ത മാർക്കിൻ്റെ അവിടെ നിന്ന് താഴേക്കാണ് പോക്കറ്റ് വെക്കേണ്ടത്. പോക്കറ്റ് താഴേക്കാണല്ലോ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. 2 സൈഡിലും ഇതുപോലെ പിൻകുത്തി കൊടുക്കാം. ശേഷം 1 ഇഞ്ചിൽ നമുക്കിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ താഴത്തെ പീസിലും വെച്ച് കൊടുക്കാം. നല്ല ഭാഗത്ത് തന്നെ നല്ല ഭാഗം ചേർത്ത് വെക്കാം. പിൻ ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കാം. ഇനി നമുക്ക് ആ 1 ഇഞ്ച് ഉണ്ടല്ലോ, അതിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അത് കൂടാതെ തന്നെ അപ്പുറത്തെ സൈഡിൽ എൻഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ നിർബന്ധമില്ല. അതിനുശേഷം ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്തത് നമ്മൾ പോക്കറ്റിൻ്റെ 2 പീസുകളെ നൈറ്റിമേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അതല്ലാതെ പോക്കറ്റ് ആക്കിയിട്ട് 2 പീസ് ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അതിന് മുമ്പായിട്ട് നമുക്ക് സ്ലീവിൻ്റെ അവിടെ നിന്ന് നമുക്ക് ജോയിൻ ചെയ്ത് കൊണ്ടുവരണം. അതായത് സൈഡ് ജോയിൻ ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത്. 17 ഇഞ്ചിൽ നമ്മൾ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് ലോക്കിട്ട് നിർത്താം. അതായത് പോക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് അവിടെ കെട്ടിട്ട് നിർത്താം.
അതിന് ശേഷം നമ്മൾ പോക്കറ്റ് ഒന്നും ചെയ്യണ്ട. പോക്കറ്റ് അവസാനിക്കുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ നിന്ന് അടുത്ത സ്റ്റിച്ചിങ് തുടങ്ങാം. അവിടെ കെട്ടിട്ട് കൊണ്ട് സ്റ്റിച്ചിങ് തുടങ്ങി താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ 17 ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് നേരെ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് പോക്കറ്റ് എൻഡ് ചെയ്യുന്ന ഭാഗത്തു നിന്ന് താഴ്ഭാഗത്തേക്ക് പോകാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഭാഗത്തായിട്ട് സ്റ്റിച്ചിങ് വരാൻ പാടില്ല, പോക്കറ്റ് ക്ലോസ് ആയി പോകും. ഇനി ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആദ്യത്തെ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി, രണ്ടാമത്തെ മെത്തേഡ് ഫോളോ ചെയ്യണ്ട. കൺഫ്യൂഷനൊന്നും വേണ്ട, 1-2 വട്ടം വീഡിയോ കണ്ടാൽ മതി. ഇപ്പോൾ നമ്മൾ സൈഡ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പോക്കറ്റും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒരു ലോക്ക് സ്റ്റിച്ചും കൂടിയും കൊടുക്കാം. ഇനി താഴ്ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഒരു 1/2 ഇഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം അടിഭാഗത്തായിട്ട് ഒരു 1/2 ഇഞ്ച് മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ പോക്കറ്റ് നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.